ബ്രോ എങ്ങനെയുണ്ട് പടം? പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോസ്റ്റർ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഒരു ഹോളിവുഡ് ലെവൽ പടം എക്സ്പെക്ട് ചെയ്ത് പോയതാണ്. ഇപ്പം കണ്ടപ്പോഴും ഫ്രെയിമിങ്ങും അതേപോലെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളും ആ തിയേറ്റർ സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വർക്കൗട്ടായി. ആ ടെക്നിക്കലി ഒരു നല്ല ഒരു ഇതിൽ പോയി. പക്ഷേ അതിനകത്തൊരു ബാഡ് ഇതായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫിൽ വരുമ്പോഴത്തേക്കും ചെറിയ ലാഗ് ഉണ്ട്. അതായത് മറ്റേ ക്യാമറയുടെ കുറേ CCTV ക്യാമറ ഒരു റിയാലിറ്റി ഷോ പോലെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ലാഗായി പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ മലയാളത്തിൻ്റെ ഒരു കാന്താര ആ ഒരു ലെവലിലോട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു പടമാണ്. കിഷോറിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല വർക്കൗട്ടായി. കിഷോർ ഒരു എബവ് ആവറേജ് ആണ് സംഭവം. പക്ഷേ ബാക്കി സബ്ബായിട്ട് വരുന്ന ആൾക്കാരുടെ കുറച്ച് എക്സ്ട്രാസ് നമുക്ക് എടുത്ത് നിൽക്കുന്ന പോലെ തോന്നി, ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തോന്നി. ബട്ട് ഓൾസോ അത് ടെക്നിക്കലി ഒരു ഭയങ്കര ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ആ പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് കൊള്ളാം. പിന്നെ അതിൻ്റെ വിഷ്വൽസൊക്കെ നല്ലതായിരുന്നു, ഫ്രെയിംസ് നല്ലതായിരുന്നു. പിന്നെ ഈ കിഷോറിൻ്റെ ആക്ടിങ്ങും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ ഇച്ചിരി ലൈക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകുമ്പോൾ സംഭവം മനസ്സിലാക്കി ഇച്ചിരി പാടുപെടും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ആക്ച്വലി ഇത് കണ്ടാൽ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന പോലെ തോന്നും, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും വരുന്നുമില്ല. ഇപ്പോൾ വരുന്നത് നമ്മൾ നോക്കിയിരിക്കുമ്പോഴേക്കും ഒന്നും ഇല്ലാണ്ട് പോയൊരു വെറുതെ കണ്ടിരിക്കാം, ബോറടിക്കാൻ കണ്ടിരിക്കും. ഇല്ല, നമ്മൾ പോസ്റ്റർ കാണുമ്പോൾ ലൈക്ക് ഭയങ്കര ഹോളിവുഡ് ഫിലിമൊക്കെ പോലെ തോന്നും, പക്ഷേ എക്സ്പെക്ട് ചെയ്ത അത്ര ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒരു സ്റ്റോറി വൈസ് കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. എവിടെന്നോ തുടങ്ങി എവിടെയോ കൊണ്ട് അവസാനിപ്പിച്ച പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ കൊള്ളായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് അഭിനയിച്ചൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സ്റ്റോറി കണക്ട് ആകത്തില്ല. എൻഡിങ് ഒന്നും അധികം ഒട്ടും കണക്ട് ആവാത്ത പോലെ തോന്നി. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വലിയ കുഴപ്പമില്ല. ഓക്കെ, മടക്കാൻ കുഴപ്പമില്ല, കൊള്ളില്ല. അവരുടെ കഥയും പോലെ പിന്നെ ഉറങ്ങിപ്പോ എത്ര പറയാനുള്ളത്. എന്താണ് ബ്രോ കാരണം? എന്താണ് ആവറേജ് എന്ന് പറയാനുള്ള പ്രതീക്ഷ അത്ര വന്നില്ലേ? ഇല്ല, ഇത് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ വേറെ അത്രയൊന്നും ഇല്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സൗണ്ട് ഡിസൈൻ റെസിപ്പിയാണ് ചെയ്തത്. അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. ഒരു ഹൊറർ ത്രില്ലറിന് യോജിച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ കേട്ടിങ്ങോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് വളരെ ഹിറ്റായി. ഇതിനിടയ്ക്ക് യൂട്യൂബിനകത്ത് വളരെ ഹിറ്റായി, വളരെ നല്ലൊരു നാടൻ പാട്ടാണ്, അത് കൊള്ളാം. പിന്നെ ആക്ടേഴ്സ് കിഷോറായാലും ശ്രുതി മേനോനായാലും പിന്നെ രമീറിനായാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പോരായ്മയെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായിട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ പാരാനോർമൽ ആക്ടിവിറ്റി സിനിമകളിലൊക്കെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒത്തുള്ള രംഗങ്ങളും കൂടെ കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ഭയപ്പാടുണ്ടാവും. ഇത് ഒരു തരുമ്പ് പോലും നമുക്ക് ഭയം ഉണ്ടാകില്ല. അവർ ഹൊറർ ത്രില്ലറാണെന്ന് പറയുമെങ്കിൽ ആ ഹൊറർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലാതെ ആക്ടേഴ്സ് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ക്യാമറ പ്രത്യേകിച്ച് പറയാൻ പറ്റും. കാരണം ഒരു വേറൊരു ഇടയ്ക്ക് നമ്മുടെ ഫൂട്ടേജ് സിനിമ ആണല്ലേ, അത് വേറൊരു ക്യാമറയിലെ ഒരു പരീക്ഷണമാണ്. അതേപോലെ തന്നെയാണ് ഇതും ഈ സിനിമയിലും. അതെ, കണ്ടിരിക്കാം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം.